വടക്കൻ ഗാസയിൽ വീടുകൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം നടത്തുന്ന ബോംബാക്രമണങ്ങൾ തുടരുന്നു. ബെയ്ത് ലാഹിയയിൽ ഒരു വീടിന് നേരെയുണ്ടായ ബോംബിംഗിൽ 15 പേരാണ് കൊല്ലപ്പെട്ടത്. മേഖലയിൽ നിലവിൽ പ്രവർത്തനക്ഷമമായ 3 ആശുപത്രികളും പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞതായി അധികൃതർ വ്യക്തമാക്കി. 2 മാസത്തിനിടെ വടക്കൻ ഗാസയിൽ മാത്രമായി 3700 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. യുദ്ധത്തിൽ അംഗഹീനരായ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് ഗാസയിലാണെന്ന് UN മേധാവി അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഒട്ടേറെ കുട്ടികൾക്ക് കൈകാലുകൾ നഷ്ടമായി. അനസ്തേഷ്യ നൽകാതെയാണ് കുട്ടികൾക്ക് ശസ്ത്രക്രിയ നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ആഴ്ച ഗാസയിലേക്ക് പേരിന് മാത്രമാണ് സഹായവുമായി ട്രക്കുകളെത്തിയതെന്നും ഇത് പലസ്തീൻകാരെ കൊടും തണുപ്പിലും മഴയത്തും പട്ടിണിക്കിടാനുള്ള ആസൂത്രിത പദ്ധതിയാണെന്നും സന്നദ്ധ സംഘടനയായ നോർവീജിയൻ റെഫ്യൂജി കൌൺസിൽ വ്യക്തമാക്കുന്നു. ചർച്ചയ്ക്ക് പലസ്തീൻ സംഘടനകളായ ഫത്തായും ഹമാസും കൈറോയിൽ യോഗം ചേർന്നിരുന്നു. ഗാസയിൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 44,466 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. 1,05,358 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.